അപ്പോൾ ഇലക്ഷൻ പ്രചാരണം അതിന് ലാസ്റ്റ് ലാപ്പിലാണ്. ലാസ്റ്റ് ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പരസ്യ പ്രചാരണത്തിന് രണ്ടേ നാൾ മാത്രമാണ് ബാക്കി. അത് ഇന്നും നാളെയുമാണ്. നാളെ കൊട്ടിക്കലാശമാണ്, മറ്റന്നാൾ നിശബ്ദ പ്രചാരണം. കേരളം പോളിംഗ് ബൂത്തിലേക്കപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 13 സംസ്ഥാനങ്ങൾ 88 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം സച്ചിൻ പൈലറ്റ് അടക്കം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാം ഉണ്ട്. ദേശീയ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അവസാന ലാപ്പ് അവരുടെ ശക്തിപ്രകടന വേദിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കൊട്ടിക്കലാശം എന്നുള്ള ഈ പറയുന്ന ആവേശ രാഷ്ട്രീയത്തിന്റെ ഒരു രൂപം കേരളത്തിൽ മാത്രം കാണുന്ന ഒന്നാണ്. കേരളത്തിലോ അല്ലെങ്കിൽ പരമാവധി തമിഴ്നാട്ടിലോ കാണുമായിരിക്കും. അല്ലാതെ ഉത്തരേന്ത്യയിലൊക്കെ കൊട്ടിക്കലാശം എന്നുള്ള പ്രചരണം ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന ആ ഒരു സംഗതിയില്ല. അത് കേരളത്തിന് മാത്രം സ്വന്തമായ ഒരു കാഴ്ചയാണ്. എന്തായാലും അത് മുന്നണികൾ സ്ഥാനാർത്ഥികൾ അവരുടെ ശക്തി പ്രകടനത്തിന്റെ ഒരു പ്രതീകമാക്കി മാറ്റുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ രാവിലെ മുതൽ തന്നെ തുടരുന്നുണ്ട്. തൃശ്ശൂരിൽ KR ഗോപികൃഷ്ണനുണ്ട്. ഗോപി, തൃശ്ശൂർ നമുക്കറിയാം തീവാറും പോരാട്ടം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തീവാറും പോരാട്ടം, ത്രികോണം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ ആവേശം പ്രകടമായിരുന്നു പ്രചരണത്തിലുടനീളം. ഇന്നും അത് പ്രകടമല്ലേ? നാളെ ആ കുട്ടിക്കലാശത്തിൽ അതിൻ്റെ പരമാവധിയല്ലേ കാണാൻ കഴിയുക? ഗോപി, ഒരു സംശയമില്ല ഹാഷ്മി, ഇന്നും ആ ആവേശം പ്രകടമാണ്. നാളെ കലാശപ്പോരിലേക്ക് തൃശ്ശൂർ മണ്ഡലം കടക്കുമ്പോൾ അത് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പൂരപ്രേമികളുടെ നാട്ടിൽ, പൂരം കൊടിപാറിയ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയിരിക്കുന്നതും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ 3 മുന്നണികളും പൂരം സംബന്ധിച്ച കാര്യങ്ങളിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. പൂരം വേണ്ട രീതിയിൽ കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല, അതിൻ്റെ ആ ചടങ്ങുകൾ വേണ്ട രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല, പൂരത്തിൽ പോലീസിന്റെ ഇടപെടൽ പൂരത്തിന്റെ ശോഭ കെടുത്തി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വലിയ സജീവമായ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ് തൃശ്ശൂരിൽ 3 മുന്നണികളും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഒരു തരത്തിലുള്ള പാളിച്ചകളും സംഭവിച്ചിട്ടില്ല, എല്ലാ കാലത്തും രാഷ്ട്രീയം മറന്ന് പൂരത്തിനൊപ്പം നിന്നിട്ടുള്ള ആളാണ് വ്യക്തിപരമായി താൻ. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉള്ളതായി കണ്ടിട്ടില്ല. ഇതിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ UDF ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പൂരം ഇത്തവണ ഈ നിലയിലെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണവും ഉത്തരവാദിയും സർക്കാരാണ്. ഇവിടെ LDFും UDFും തമ്മിലുള്ള പോരാട്ടമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോഴത് UDFും NDAയും തമ്മിലുള്ള പോരാട്ടമായി ചിലയിടങ്ങളിലെങ്കിലും മാറിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തുകയാണെങ്കിൽ അതിന് ഉത്തരവാദി പിണറായി വിജയൻ ആയിരിക്കുമെന്നാണ്. അങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം പൂരം കൃത്യമായ രീതിയിൽ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ പൂരപ്രേമികളുടെ നാട്ടിൽ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം ഈ അവസാന ലാപ്പിൽ കടക്കുമ്പോൾ 3 മുന്നണികളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ സജീവ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാഷ്മി ഇരിങ്ങാലക്കുടയിലാണ്. നമുക്കറിയാം കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉരുണ്ടുകൂടിയ കരുവന്നൂർ സഹകരണ ബാങ്ക് ഉള്ള കരുവന്നൂർ അടങ്ങുന്ന ഇടമാണ് ഇരിങ്ങാലക്കുട. പക്ഷേ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം നമുക്കറിയാം തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ 7 ഇടങ്ങളിലും LDF MLA-മാരാണ് ഉള്ളത്, LDF ആണ് ഭരിക്കുന്നത്. മാത്രമല്ല ഇത്തവണ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇടതുമുന്നണിക്ക് കൃത്യമായ ഒരു മേൽക്കൈ ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സുനി എന്ന് തൃശ്ശൂർക്കാർ വിളിക്കുന്ന സുനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നാട്ടുകാർക്കേറെ സുപരിചിതനായ അവരുടെ മനസ്സിലുള്ള ഒരാൾ എന്ന നിലയിൽ തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അതേസമയം തന്നെ K മുരളീധരനെ സംബന്ധിച്ച് K മുരളീധരൻ കരുണാകരന്റെ പൈതൃകം പേറുന്ന തൃശ്ശൂരിന്റെ സന്തതിയാണ്, തൃശ്ശൂരിന്റെ പുത്രനാണ് എന്ന വിശേഷണങ്ങളോട് കൂടിയാണ് K മുരളീധരൻ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വരുമ്പോൾ, നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കേന്ദ്രമന്ത്രിയായി ഇതാ സുരേഷ് ഗോപി നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും ഉണ്ടാകും എന്നതാണ് NDA സുരേഷ് ഗോപിയെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് വോട്ടർമാരോട് പറഞ്ഞത്. ഏതായാലും അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ ഓരോ വോട്ടറെയും നേരിൽ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനും അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് തൃശ്ശൂരിലെ 3 മുന്നണികൾ. ഹാഷ്മി പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ തീപാറുന്ന ത്രികോണ മത്സരമായി തൃശ്ശൂർ മാറുന്നു. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മത്സരം തൃശ്ശൂരിൽ നടക്കുകയാണ്. അവസാന വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മാത്രമായിരിക്കും തൃശ്ശൂരിൽ ആരാണ് വിജയിക്കുക എന്ന് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള അപ്രവചനീയത തൃശ്ശൂരിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഹാഷ്മി, KR ഗോപികൃഷ്ണൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ത്രികോണം അങ്ങേയറ്റം ത്രികോണം തന്നെയാണ്. അൺപ്രഡിക്റ്റബിൾ തൃശ്ശൂർ എന്ന് കൃത്യമായി തന്നെ പറയണം. നമ്മൾ പലയാവർ തൃശ്ശൂർ പോകുമ്പോഴൊക്കെ ഓരോ ട്രെൻഡ് ഓരോ സമയത്തുണ്ടെങ്കിൽ കൂടിയും ഇത് വോട്ടർമാർ ഈ 2 ദിവസങ്ങൾ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരുപക്ഷെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്ന ദിവസങ്ങളാണ്, അതിപ്രധാനമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് മുന്നോട്ട് ഇവിടെ